ബലിപ്പെരുന്നാൾ ആഘോഷത്തിലാണ് വിശ്വാസികൾ. ഈദ്ഗാഹുകളിലും പള്ളികളിലുമെല്ലാം നമസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെയും എറണാകുളം ചക്കരപ്പറമ്പിലെയും ഈദ്ഗാഹുകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അല്പസമയത്തിനകം ചേരും. ഇപ്പോൾ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെ നമസ്കാര ചടങ്ങുകളുടെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. സംയുക്ത നമസ്കാര ചടങ്ങാണ് അവിടെ നടക്കുന്നത്. എസ് സാരംഗ് നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ചടങ്ങുകൾ ആരംഭിക്കുകയാണ് അല്ലേ? അതെ, കൃത്യം 7:30-ക്കാണ് ഇവിടെ ബലിപെരുന്നാൾ നിസ്കാരം തീരുമാനിച്ചിരുന്നത്. അത് കൃത്യം ആ സമയത്ത് തന്നെ ആരംഭിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്നാണ് ഇസ്ലാം മതവിശ്വാസികൾ ഈ ബലിപെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നത്. ഇത്തരത്തിൽ ത്യാഗസ്മരണയുടെയും സഹനത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഓരോ തവണയും വരുന്ന ബലിപെരുന്നാൾ. അപ്പോൾ തന്നെ ആത്മസമർപ്പണത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ബലിപെരുന്നാൾ. മറ്റ് ചെറിയ പെരുന്നാൾ പോലെ വർണ്ണാഭമായിട്ടുള്ള ഒരു ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വിശ്വാസത്തിൽ മാത്രം അടിയുറച്ചുകൊണ്ടുള്ള പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകളുടെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ബലിപെരുന്നാൾ ദിനത്തിന് വിശ്വാസികൾ ഓർത്തെടുക്കുന്നത്. നിലവിൽ നമുക്ക് കാണാൻ കഴിയും ബലിപെരുന്നാൾ നിസ്കാരം ആരംഭിക്കാൻ പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബക്രീദ് ദിനത്തിലെ ആഘോഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 3 തരത്തിലാണ്. തനിക്കുള്ളത് ഉപേക്ഷിക്കുക, ഒപ്പം തന്നെ തന്റെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും തനിക്കുള്ളത് ദാനം ചെയ്യുക, ദരിദ്രർക്ക് തന്റെ സമ്പാദ്യം ദാനം ചെയ്യുക. അത്തരത്തിലുള്ള ത്യാഗത്തിനെ പ്രതീകമാക്കിക്കൊണ്ടുള്ള ഒരു ആഘോഷമാണ് ബലിപെരുന്നാളിന്റെ ആഘോഷങ്ങൾ. കാര്യമായും അതിന്റെ അടിസ്ഥാന തത്വം അങ്ങനെയാണ്. ഈ സമയത്ത് ആഘോഷങ്ങൾക്കുപരി പുണ്യപ്രവർത്തികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ത്യാഗമാണ്, അതായത് മറ്റുള്ളവർക്ക് കഷ്ടപ്പെടുന്നവന് തന്റെ ആത്മസമർപ്പണത്തിന്റെ ഒരു പങ്ക് നൽകുക എന്നുള്ളൊരു പ്രതീകത്തിന്റെ ഭാഗമായാണ് ഓരോ വർഷവും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ബലിപെരുന്നാൾ നിസ്കാരം ഇപ്പോൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിയത്ത് വെച്ചതിന് ശേഷം തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തും ഓതുന്നതിന്റെ മുമ്പ് 3 തക്ബീറാണുള്ളത്. അങ്ങനെ റുക്കൂഇലേക്ക് പോയി ആദ്യത്തെ റക്അത്ത് പൂർത്തീകരിച്ച് വീണ്ടും ഖിയാമിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഖിയാമിൽ നിന്നുകൊണ്ട് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയും അതുപോലെ തന്നെ സൂറത്തും ഓതിയതിനു ശേഷമാണ് 3 തക്ബീറുകൾ പറയേണ്ടത്. ആദ്യത്തെ റക്അത്തിൽ 3 തക്ബീറുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് മുമ്പും, രണ്ടാമത്തെ റക്അത്തിൽ ഈ പറയുന്ന 3 തക്ബീറുകൾ സൂറത്തിന് ശേഷവുമാണ് നമ്മൾ ചൊല്ലേണ്ടത്. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തിന് ശേഷം ഈ 3 തക്ബീറുകൾ ചൊല്ലിയതിനു ശേഷം വീണ്ടും റുക്കൂഇലേക്ക് പോയി അങ്ങനെ ആ റക്അത്തും പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഹനഫി മതപ്രകാരമുള്ള ബലിപെരുന്നാൾ അതല്ലെങ്കിൽ പെരുന്നാൾ നമസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് സഹോദരങ്ങളെ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى فجعله غثاء نحوا سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. الله أكبر. തിരുവനന്തപുരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലെയും എറണാകുളം ചക്കരപ്പറമ്പിലെ ഈദ് ഗാഹിലെയും നമസ്കാര ചടങ്ങുകളാണ് പ്രേക്ഷകർ കാണുന്നത്. പാളയം ഇമാം VP സുഹൈബ് മൗലവിയുടെ നേതൃത്വത്തിലാണ് സംയുക്ത നമസ്കാരം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ചക്കരപ്പറമ്പിലെ ഈദ് ഗാഹിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഡാനി പോൾ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, നമസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈദ്ഗാഹ് നമസ്കാരങ്ങൾ പുരോഗമിക്കുകയാണ്. കാണുന്നത് വൈറ്റിലെ ദേശീയപാത സിറ്റി ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പെരുന്നാൾ നമസ്കാരമാണ്. ഇതിലേക്ക് ഇപ്പോൾ അറഫ മസ്ജിദ് ഇസ്ഹാഖ് അസ്ഹരിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം അതിന്റെ ഒരു പ്രഭാഷണത്തിലേക്ക് കടന്നിരിക്കുന്നു. സ്ത്രീകൾക്ക് അടക്കം പ്രത്യേക സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എറണാകുളം കേന്ദ്രീകരിച്ച് സാധാരണ വളരെ വിപുലമായിട്ട് ഈദ്ഗാഹ് നടത്താറുണ്ട്. പക്ഷെ മഴയുടെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ വലിയ രീതിയിൽ പൊതുവിടങ്ങൾ ആ താല്പര്യത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന, ആ താല്പര്യങ്ങൾക്ക് മുന്നിൽ എന്റെ സ്വാർത്ഥമായ താല്പര്യങ്ങളും സ്വപ്നങ്ങളും. നമസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഈദ്ഗാഹുകളിലും പള്ളികളിലും. നമുക്ക് ആ ചടങ്ങുകളിലേക്കൊന്ന് പോയിട്ട് വരാം. പ്രസരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഈദ്ഗാഹിലൂടെ, ഈദ് നമസ്കാരത്തിലൂടെ, ബലിപെരുന്നാളിലൂടെ വിശ്വാസി ഓർത്തെടുക്കേണ്ട സംഗതി എന്ന് പറയുന്നത്. നമ്മൾ കച്ചവടം ചെയ്യുന്നവരാണ്, നമ്മൾ വിവിധങ്ങളായ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരാണ്, വിവിധങ്ങളായ അധികാര സ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നവരാണ്, കുടുംബം നിലനിർത്തുന്നവരാണ്. ഇങ്ങനെ തുടങ്ങി മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇടപെടൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ നയിക്കേണ്ടത് എന്താണ്? നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തേണ്ടത് എന്താണ്? നമ്മുടെ ക്രമങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കേണ്ടത് എന്താണ് എന്നതിന്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ബലിപെരുന്നാളും ഈദ്ഗാഹുകളും ഈദ് നമസ്കാരങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിനെ വിസ്മരിക്കാത്ത, പടച്ച റബ്ബിന്റെ ഓർമ്മപ്പെടുത്തലുകളെ തട്ടിമാറ്റാത്ത, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു ജീവിതത്തെ ചേർത്തെടുക്കുക എന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്റെ ജീവിതത്തിൽ അള്ളാഹു കൂടെയുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുവാൻ നമുക്ക് സാധിക്കുമോ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തീച്ചൂളയിലേക്ക് എറിയപ്പെടുന്ന ഘട്ടത്തിൽ, പ്രതിസന്ധിയുടെ ഏറ്റവും ക്രൂശമായ ഒരു സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സമാധാന ചിത്തനായി പറഞ്ഞ ഹസ്ബുനല്ലാഹ് വ നിഅമൽ വകീൽ,
ഈ പ്രപഞ്ചത്തെ പടച്ച പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ജഗന്നിയന്താവായ പടച്ചുതമ്പുരാന്റെ ആശീർവാദവും ആശ്വാസവും സംരക്ഷണവും എനിക്കുണ്ടാകുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രകടിപ്പിച്ചത്. കല്ലാ ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വർത്തമാനമാണ്. പ്രതിസന്ധിയുടെ എല്ലാ കൂരമ്പുകൾക്ക് മുന്നിലും ഇനി പുതിയൊരു വഴി വെട്ടിത്തെളിക്കാനില്ല എന്ന് തോന്നത്തക്ക വിധമുള്ള സന്ദർഭങ്ങളിലും ചെങ്കടൽ ആർത്തിരമ്പുന്ന ഘട്ടങ്ങളിലും പടച്ച റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും, പുതിയ വഴികൾ അവൻ എനിക്ക് വെട്ടിത്തുറന്നു തരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ആത്മീയമായ ഊർജത്തോടുകൂടി ചങ്ക് നിവർത്തി പറയാൻ കഴിയുന്ന മൂസാ പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മാ നന്നുക യാ അബാബക്കർ ബിസ്നൈനി അല്ലാഹു സാലിസുഹു